ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഈ വീഡിയോ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇന്ന് ഞാൻ കാണിക്കുന്നത് ചപ്പാത്തി ഒരേ സമയം തന്നെ നമുക്ക് എത്ര വേണമെങ്കിലും പരത്തിയെടുക്കാം, അതുപോലെ തന്നെ ഒരേ സമയത്ത് തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. 5ഉം 10ഒക്കെ നമുക്ക് ഒരേ സമയത്ത് തന്നെ ചുട്ടെടുക്കാൻ പറ്റും, അതുപോലെ തന്നെ ഒരേ സമയത്ത് തന്നെ പരത്തിയെടുക്കാനും പറ്റും. അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന ഇനി ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല കേട്ടോ ആർക്കും. അതുപോലെ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിലൊക്കെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ചപ്പാത്തിയാണ് ഞാൻ കാണിക്കുന്നത്. വളരെ ഈസിയാണ് ഈ റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. വേണ്ടി ഗോതമ്പ് പൊടി ഞാൻ ഉപ്പും വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുള്ളതാണ്. ഞാൻ ചൂടുവെള്ളത്തിലാണ് സാധാരണ ചപ്പാത്തിക്ക് കുഴക്കാറുള്ളത്. അപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ച് വെച്ചിട്ടുള്ള മാവാണത്. അപ്പം ഞാൻ കുഴക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ. ഇനി നമുക്ക് ചപ്പാത്തി എൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടുള്ള ബോളുകളാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. ഒരു സാധാരണ ഒരു ഇതാണ് കേട്ടോ. വലിയ ചപ്പാത്തി വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വലിയതാക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 10 ബോളുകളാക്കിയിട്ട് ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ ഒരു ബൗളിലേക്ക് കുറച്ച് മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഗോതമ്പ് പൊടിയോ മൈദപ്പൊടി എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ ഒക്കെ എടുക്കാം കേട്ടോ. ഇനി ഒട്ടും ഓയിലൊന്നും വേക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ പോലെ തന്നെ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പരത്താനും ചുടാനും പറ്റുന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം നമുക്ക് അതിന് കുറച്ച് ഓയിലൊക്കെ വേണം കേട്ടോ. സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഓയിലൊന്നും എടുക്കാറില്ലെങ്കിലും. അപ്പോൾ ഇത് നമുക്ക് ഓരോ ബോളുകളും എടുത്തിട്ട് ഒന്ന് ചപ്പാത്തി പ്രസ്സിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. പ്രസ്സിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാക്കിയിട്ട് 10 ബോളുകളും ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചപ്പാത്തി ഓരോന്നായിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ചപ്പാത്തി പരത്താൻ തുടങ്ങാം. ഇനിയുള്ള ഇതാണ് കേട്ടോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഓയിലും ആ പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്കായിട്ട് ഓരോന്ന് പരത്തി വെച്ചിട്ടുള്ള ഓരോ ചപ്പാത്തി നമുക്ക് ലെയറുകളാക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഓരോന്ന് വെക്കുമ്പോഴും നമ്മൾ ഈ ഓയിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം കേട്ടോ. ഓയിൽ തേച്ചിട്ട് പൊടി തൂവുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇതുപോലെ മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈസിയാണ്. അപ്പോൾ ഞാൻ 5 എണ്ണമാണ് ഒരു ഇതാക്കിയിട്ട് 5 ലെയറുകളാക്കിയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ 5, 5, 10 2 പ്രാവശ്യമായിട്ട് പരത്തിയെടുക്കുക, 2 പ്രാവശ്യമായിട്ട് ചുട്ടെടുക്കുക, അത്രയും ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 5 എണ്ണം ആക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് 6, 7, 8, 9, 10 നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം മറ്റേത് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ടാണ് കാണിക്കുന്നത്, ഇല്ലെങ്കിൽ ഒരുപാട് വെറുതെ സമയം പോകുന്നതുകൊണ്ടാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓരോന്നിൻ്റെ മുകളിൽ നമ്മൾ നന്നായിട്ട് തന്നെ ഓയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമുക്ക് 2 പ്രാവശ്യമായിട്ടേ പരത്താനുണ്ടാവുള്ളൂ ഇത്. ഇനി സാധാരണ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം റോളർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഒരുപാട് കട്ടി കുറച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ നന്നായിട്ട് കനം കുറഞ്ഞിട്ട് നന്നായിട്ട് പരത്തിയെടുത്താൽ മതി. അതല്ല കുറച്ച് കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നന്നായിട്ട് തന്നെ പരത്തി കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ പരത്തി ചുട്ടെടുക്കുന്ന സമയത്ത് ലെയറുകളായിട്ട് തന്നെ വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ ഓയിലും പൊടിയും കൂടെ ചേർത്തിട്ടുള്ള മിക്സ് തേച്ച് കൊടുത്തിട്ടുള്ളത്. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിൽ കൂടുതൽ വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പരത്തുക, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ ഒന്ന് ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ലെയർ ഞാൻ ഒന്ന് പരത്തിയെടുക്കാൻ പോവുകയാണ്. സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഒരുപാട് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം ചപ്പാത്തി എങ്ങനെ പരത്തുക എന്നുള്ളതൊക്കെ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ലെയറുകളാക്കുന്ന ഭാഗം മാത്രമാണ് കേട്ടോ. ഓയിലും ആ പൊടിയുടെ മിക്സും കൂടെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക, അത്രേ ചെയ്യേണ്ടുള്ളൂ. അതിന് പകരം നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ ഒക്കെ ഓയിലിന് പകരം എടുക്കുക കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ രണ്ടും നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാക്കിയിട്ടുള്ള സാധാരണ നമ്മൾ ചപ്പാത്തി എന്തിലാണ് ചുട്ടെടുക്കാറുള്ളത്. അപ്പോൾ ഞാനൊരു തവയാണ് വെച്ചിട്ടുള്ളത്. അതിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് വേണം ചുട്ടെടുക്കാൻ കേട്ടോ. ഉൾഭാഗമൊക്കെ നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട്. ഒരുപാട് കട്ടിയൊന്നുമില്ല കേട്ടോ, കട്ടി കുറച്ചിട്ടാണ് നമ്മൾ പരത്തി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ചൂടാവുന്ന സമയത്ത് തന്നെ ലെയറുകളായിട്ട് ഇങ്ങനെ വിട്ട് വരും ഈ ചപ്പാത്തി.
ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓരോ ലെയറുകൾ ആയിട്ട് നമ്മൾ അടർത്തിയെടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ചട്ടിയിലിട്ടിട്ട് ഒന്ന് ഇതാക്കി എടുത്താൽ മതി. ഉൾവശം വെന്തിട്ടുണ്ടാവും, എന്നാലും ചപ്പാത്തിയുടെ ആ ഒരു മൊരിച്ചിൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ചുട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അല്ലെങ്കിൽ നേരത്തെ ചപ്പാത്തി ചുട്ട് വെക്കുന്നവരാണെങ്കിലൊക്കെ ഇതുപോലെ അങ്ങോട്ട് വെച്ചിട്ട് കഴിക്കാൻ ഉള്ള സമയത്ത് ഒന്ന് തവ വെച്ചിട്ട് നമ്മൾ ആ ചൂടോട് കൂടി ഓരോന്നായിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചട്ടിയിലിട്ടിട്ടൊന്ന് തിരിച്ചു മറിച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ നല്ല ചൂടോട് കൂടി തന്നെ ചപ്പാത്തി കഴിക്കാനും പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യുക, നിങ്ങളുടെ സൗകര്യം പോലെയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു 10 ചപ്പാത്തി ഞാൻ 2 പ്രാവശ്യമേ പരത്തിയിട്ടുള്ളൂ, അതുപോലെ തന്നെ 2 പ്രാവശ്യമേ ചുട്ടെടുക്കുന്നുള്ളൂ. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരുപാട് എണ്ണം വെച്ചിട്ട് ഇതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല കേട്ടോ, വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ ഞാൻ ചപ്പാത്തി കുഴച്ചെടുക്കാറുള്ളത് ചൂടുവെള്ളത്തിലാണ്, സാധാരണ വെള്ളത്തിൽ കുഴച്ചെടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന ചപ്പാത്തി നമ്മൾ ഒരു ദിവസം വെച്ചാൽ പോലും നല്ല സോഫ്റ്റ് ആയിരിക്കും, അപ്പോൾ ബലം വെക്കൂല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കിത് ചുട്ടെടുത്തതിന് ശേഷം ഓരോന്നായിട്ട് ഇങ്ങനെ അടർത്തി എടുത്തെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്ത് നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് മൊരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് തവിയിലിട്ടിട്ട് ഒന്ന് തിരിച്ചും മറിച്ചിട്ടും എടുത്താൽ മതി. അപ്പോൾ നല്ല നൈസായിട്ടുള്ള ചപ്പാത്തിയാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ കനം കുറച്ചിട്ടൊരു 10 എണ്ണമൊക്കെ പരത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ടൈമൊക്കെ വേണം. അപ്പോൾ ഇത് നമുക്ക് അത്രയൊന്നും ആവശ്യമില്ല, ആ ഒന്ന് പരത്തിയെടുക്കേണ്ട ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഈ 5ഉം ഈ 10ഉം റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ചപ്പാത്തിയാണ്. ഇനി ഉൾവശം വെന്തിട്ടില്ല എന്നൊന്നും ആരും വിചാരിക്കണ്ട കേട്ടോ, പെട്ടെന്ന് പൊള്ളി വരും. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്, പക്ഷെ ആ മൊരിച്ചിൽ മാത്രമേ ഇല്ലാത്തുള്ളൂ. ആ മൊരിച്ചിലിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് തവിയിലിട്ടിട്ട് ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് അടർന്ന് കിട്ടും നമുക്ക്, നമ്മൾ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തുകൊണ്ട് കാരണം തന്നെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.